ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ഇന്നത്തെ പ്രേമമൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇരിക്കുമായിരിക്കില്ല. അപ്പൊ നമ്മുടെ ഗൗതമിന്റെ തീരുമാനം അത് കേട്ടിട്ട് ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ നന്ദ മരിച്ചിട്ട് പോലും പിങ്കിയെ നിയമപരമായി വിവാഹം കഴിക്കാൻ തയ്യാറല്ലായിരുന്നു ഗൗതമിന് അത് കഴിയില്ലായിരുന്നു. നന്ദയെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റാനും കഴിയില്ലായിരുന്നു. പക്ഷേ അതിൽ നിന്നുമൊക്കെ അതിൽ നിന്നുമൊക്കെ മറിച്ച ഒരു തീരുമാനമാണ് നമ്മുടെ ഗൗതം പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയാണ്. നമ്മളെ മാത്രമല്ല, ലക്ഷ്മിനെയും അരുന്ധതിയെയും ഒക്കെ ഇവരൊക്കെ പേടിച്ച് വിറച്ചാണ് ചെന്ന് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൗതമിനോട് അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്തായി തീരുന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അരുന്ധതി തന്നെ കാര്യങ്ങൾ ഒത്തിരി മുഖവര ഇട്ട് തന്നെയാണ് പറയുന്നത്. എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയുമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ പോയാൽ മതിയോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. എപ്പോഴും നമ്മുടെ ഗൗതമിനോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ഗൗതം എല്ലാം നിരസിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയണ്ട, എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ നിന്നോട് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗൗതമിന് മനസ്സിലായി. ഇത് കേട്ടതും ഗൗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇരുന്ന് ചിന്തിക്കുകയാണ്. ഇരുന്ന് ചിന്തിക്കാന്ന് പറഞ്ഞ് ഇരുന്ന് ചിന്തിക്കുകയല്ല, നിന്നിട്ടങ്ങ് ഇരുന്ന് മനസ്സിരുത്തി ചിന്തിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം പറയുന്നതെന്ന് വേറെ ഒന്നുമല്ല, അതെങ്ങനെ ശരിയാകും, ഇനി അത് ശരിയാകുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും നാളും നന്ദ മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാ ജീവിച്ചത്. അപ്പൊ ഇവർ കേൾക്കുമ്പോഴത്തേക്കും പേടിച്ചു പോവാണ് കേട്ടോ. അപ്പൊ നന്ദയുടെ കാര്യം എടുത്തിടാൻ പോകുന്നത്. അപ്പൊ ലക്ഷ്മി അരുന്ധതി മുഖത്തോടും മുഖം ഒക്കെ ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എന്താ പറയാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയവും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൗതം പറഞ്ഞു തുടങ്ങിയപ്പോ ഇവര് പേടിച്ച് വിറച്ച് നിൽക്കുക. അപ്പൊ നമ്മുടെ ഗൗതം പറയുന്നത് വേറെ ഒന്നുമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്റെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ വേറൊരാളെ വിവാഹം കഴിക്കുന്നത് ശരിയാണോ? അത് നിയമപരമായിട്ട് ശരിയാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഡിവോഴ്സ് വേണം, നന്ദ ഡിവോഴ്സ് ചെയ്യണം തന്നെ, അല്ലാതെ ഒരിക്കലും നിയമപരമായിട്ട് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ലക്ഷ്മി ചോദിച്ചു, അല്ല മോനപ്പം നന്ദ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ മോന് സമ്മതമാണോ ഈ വിവാഹത്തിന് എന്ന് ചോദിച്ചപ്പം അത് ഡിവോഴ്സ് ആവട്ടെ, അപ്പം ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാം, കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനിക്കാന്ന്. ഇത് കേട്ടതും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് നമ്മുടെ അരുന്ധതി. വിശ്വസിക്കാൻ പറ്റുന്നില്ല, തന്റെ ചെവികളെയും കണ്ണുകളെയും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോനെ, നീ സത്യമാണോ പറയുന്നത്? പിങ്കിയും മോനുമായിട്ടുള്ള വിവാഹം നടത്തുന്നതിനപ്പം മോന് പ്രശ്നമൊന്നുമില്ലേ? ഇല്ല, എനിക്കൊരു പ്രശ്നവുമില്ല. എൻ്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് ഇത്രയും നാള് പിങ്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടേക്കും അവൾ എൻ്റെ കൂടെ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് വേണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് അതായിരിക്കും ഇഷ്ടം. അതുകൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ ഇത്രയും വരെ എത്തിച്ചത്. അതുകൊണ്ട് ഞാൻ ഈ തീരുമാനവുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതം അങ്ങ് പോവുക. വല്ലാണ്ട് അങ്ങ് സന്തോഷമായി പോയി ലക്ഷ്മിക്കും അരുന്ധതിക്കും. അങ്ങനെ ലക്ഷ്മി ഓടി ചെന്നിട്ട് നമ്മുടെ മഹിയോട് പറയും, മഹിയേട്ടാ നമ്മുടെ ഗൗതമോൻ സമ്മതിച്ചു, അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു. അപ്പൊ ഇത് മോഹിനി കേൾക്കും. മോഹിനി ഓടി വന്നിട്ട് ഗൗതം ഈ വിവാഹത്തിന് സമ്മതിച്ചെന്നോ? പിങ്കിയുമായിട്ടുള്ള വിവാഹത്തിന് അതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചുകൊണ്ടാണ് പെട്ടെന്ന് മോഹിനി വരുന്നത്. അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, അതെന്താ മോഹിനി നീ അങ്ങനെ പറഞ്ഞത്? അതെ, എൻ്റെ മോന്റെ ജീവിതം ആർക്കും കളിക്കാനുള്ള ഒരു പാവയായിട്ടൊന്നും ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല. അവനും വേണം ഒരു ജീവിതം. നിന്റെ മകനൊരു കുഞ്ഞുണ്ടാകാൻ പോകുകയാണെന്നും പറഞ്ഞ് എൻ്റെ മോന്റെ വിവാഹം നടത്താതിരിക്കണം എന്നാണോ നീ പറയുന്നത്? അവൻ സമ്മതിച്ചുകൊണ്ട് ഈ വിവാഹം നടന്നിരിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടന്നിരിക്കും എന്ന് പറയുമ്പോ, അല്ല അവൻ സമ്മതിച്ചതിന് എന്താ ഇത്ര ഉറപ്പുണ്ട്? ഞങ്ങളുടെ ചെവിയും കൊണ്ടും ഞങ്ങളുടെ കണ്ണും കൊണ്ടും കേട്ട കാര്യം സത്യമല്ലാതാവില്ലല്ലോ. നന്ദ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ പിങ്കിയെ വിവാഹം കഴിക്കാൻ ഗൗതം തയ്യാറാണെന്ന് ഗൗതം മോൻ എൻ്റെ മുഖത്ത് നോക്കി, ഞങ്ങളുടെ മുഖത്ത് നോക്കി എന്നോടും ഏടത്തിയോടും പറഞ്ഞു. സത്യമായ കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ മഹേശ്വരന് ചോദിച്ചു, അല്ല സത്യമാണോ ലക്ഷ്മി? അവനിതെങ്ങനെ സമ്മതിച്ചു? അവൻ സാധാരണ രീതിയിൽ ഇങ്ങനെ സമ്മതിക്കുന്നതല്ല. മരിച്ചു പോയിട്ട് പോലും അവൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ ഇതെങ്ങനെ സമ്മതിച്ചു എന്ന് ചോദിച്ചപ്പം അതൊന്നും അറിയില്ല. ഏതായാലും എന്തോ അവൻ സമ്മതിച്ചു. ഇനിയിപ്പം വേറെ ഒന്നും നമുക്ക് നോക്കാനില്ല, വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിനു മുമ്പ് തന്നെ ഒരു ഡിവോഴ്സ് നോട്ടീസ് അയക്കണം. അപ്പം ഗൗതം പറഞ്ഞിട്ടുണ്ട് മ്യൂച്വലായിട്ട് പോവുകയാണെങ്കിൽ 6 മാസം കൊണ്ട് എല്ലാം അവസാനിക്കും.
6 മാസം കൊണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ ഡിവോഴ്സ് 6 മാസം കൊണ്ട് തന്നെ കിട്ടും. അപ്പൊ അതുകൊണ്ട് മ്യൂച്വൽ ആയിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കാനാണ് ഗൗതം മോൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും നന്ദയെ അവൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, കുട്ടീനെ അവിടെ ആക്കാൻ പോവാണെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അവക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കും. അവള് കൊച്ചിനെ എടുത്ത് ഒരു കൊച്ചിനെ നോക്കി അവളും ജീവിക്കുകയാണല്ലോ. അപ്പം വേണ്ട, വേറൊരു പ്രശ്നവും കാണത്തില്ല എന്നൊക്കെ പറയണം. മോഹിനിക്ക് ഒരു സമാധാനവും ഇല്ല. മോഹിനി നേരെ ചെന്നില്ല മോഹിനിയുടെ കെട്ടിയോന്റെ അടുത്ത്. ഓഹോ, ഇത് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല, ഇത് ഞാൻ സമ്മതിക്കത്തില്ല. അവിടെ രണ്ടുപേരും കൂടെ ഒന്നിപ്പിച്ചിട്ട് ഇപ്പം ലക്ഷ്മിയാ ഇതിനെല്ലാത്തിനും ഉത്തരവാദി. ലക്ഷ്മി ഇപ്പം കച്ച കെട്ടി ഇറങ്ങിയേക്കുന്ന വേറെ ഒന്നിനുമല്ല, നമ്മുടെ മോനും മരുമകൾക്കും ഒരു കുഞ്ഞുണ്ടാകാൻ പോകുമെന്ന് അറിഞ്ഞപ്പം ഇനി അവളുടെ സ്ഥാനം തെറിക്കുമെന്ന് ഓർത്ത് തന്നെയാ. ഇത് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് കഥയറിയാതെ ആട്ടം ആടുന്ന പോലെ കിടന്ന് തുള്ളാണ്. എന്ത് കണ്ടിട്ടാന്നറിയത്തില്ല, നമ്മുടെ പവിത്രയുടെ വയറ്റി കിടക്കണ കൊച്ചിനെ കണ്ടിട്ടാണ് അത്ര. അങ്ങനെ കൊച്ചുമില്ല, ഒന്നുമില്ല. ഏതായാലും ഇതൊക്കെ കണ്ടിട്ട് സന്തോഷിക്കുന്ന വേറൊരാളുണ്ട്, നമ്മുടെ കനകമ്മയാണെങ്കിലും പൊട്ടന ആട്ടം കളിക്കുന്ന പോലെ അവള് കളിക്കട്ടെ, അവൾ എവിടം വരെ കളിക്കുന്നെന്ന് കാണണം എന്നൊക്കെ പറയണം. അപ്പൊ ഈ സമയം ആയിക്കോട്ടെ, നമ്മുടെ പിങ്കി ഈ വിവരം അറിഞ്ഞു കേട്ടോ. ഗൗതം സമ്മതിച്ച കാര്യം അറിഞ്ഞു. അതിന് ലക്ഷ്മി ചെന്ന് പിങ്കിയോട് പറയാണ്, മോളെ ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത്. നീ ദൈവത്തെ മുറുകെ പിടിച്ചോ. നിന്റെ കുഞ്ഞും ഗൗതമും എന്നും ഇനി നിന്റെ കൂടെ കാണും. ഇനി വേറൊന്നുമല്ല, അവരെന്നും നിന്റെ കൂടെ കണ്ടിരിക്കും. അവൻ സമ്മതിച്ചിരിക്കുകയാണ് ഈ വിവാഹത്തിനെന്ന്. അപ്പൊ നമ്മുടെ പിങ്കിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിങ്കി ചോദിച്ചു, അമ്മ സത്യമാണോ എന്ന് ചോദിച്ചപ്പം അതെ സത്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി അങ്ങോട്ടേക്ക് ചെല്ലാണ്. അങ്ങനെ അരുന്ധതി പറയാണ്, മോളെ പേടിക്കണ്ട, ഗൗതം സമ്മതിച്ചു, എല്ലാത്തിനും സമ്മതിച്ചു. പക്ഷെ ഡിവോഴ്സ് വേണം, നന്ദയുമായിട്ട് ഡിവോഴ്സ് വേണം എന്നാണ് പറയുന്നത്. അവൻ അത്രത്തോളം ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്നെ അവനിപ്പം നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം പിങ്കിക്കും ഭയങ്കര സന്തോഷം. അപ്പം പിങ്കി പണ്ടത്തെ ആ ഒരു യാത്രയൊക്കെ ഇങ്ങനെ ഓർക്കണം. നമ്മുടെ ഗൗതമിനെ ആദ്യമായിട്ട് കണ്ടതും ഗൗതമിനെ സംസാരിച്ചതും ബൈക്കിൽ ഇങ്ങനെ കയറി രണ്ടുപേരും കൂടെ ഇരുന്ന് പോയതും ഒക്കെ ഇങ്ങനെ ഓർത്ത് എന്തോ ഒരു കിനാവ് കാണുകയാണ്. ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ പിങ്കി എല്ലാം കീഴടക്കിയ പോലെയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിങ്കി ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ആ കുട്ടിയെ സ്നേഹിച്ച് വരെ നമ്മുടെ ഗൗതമിന്റെ കൂടെ നിൽക്കുന്നത്. ആ കുട്ടിയിലൂടെ എല്ലാം നേടിയെടുക്കാൻ പറ്റും നമ്മുടെ പിങ്കിക്ക് അറിയാം. പിങ്കി സത്യം പറഞ്ഞാൽ ബുദ്ധിയുള്ളവളാണല്ലേ. കാരണം നമ്മുടെ നന്ദ വാശി കാണിച്ചുകൊണ്ട് ജയിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. പക്ഷേ നമ്മുടെ പിങ്കിയോ സ്നേഹിച്ച് മറ്റുള്ളവരുടെ മനസ്സിനകത്ത് കയറി പറ്റാൻ നോക്കും. കാരണം പിങ്കിക്ക് മനസ്സിലായി. കാരണം നേരത്തെ പിങ്കി ഇതിനപ്പുറം വാശി കാണിച്ചുകൊണ്ടിരുന്ന പിങ്കിക്ക് അന്നൊന്നും ജയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിങ്കിക്ക് അറിയാം, സ്നേഹത്തിനെ തോൽപ്പിക്കാൻ വേറെ ഒന്നുമില്ല. അപ്പം പിങ്കിക്ക് അറിയാം, ഗൗതമ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഇപ്പോൾ സ്നേഹിക്കുന്നത് തൻ്റെ ദത്തുപുത്രനായ, തൻ്റെ മകൻ എന്ന ദത്തുപുത്രനായ നന്ദുവിനെ ആണ് എന്ന് നന്നായിട്ട് അറിയാവുന്ന പിങ്കി അത് വെച്ച് സത്യം പറഞ്ഞാൽ കളിക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. പിന്നെ കുട്ടിയോട് സ്നേഹവും ഉണ്ട്. അതിലുപരി നമ്മുടെ ഗൗതമിനെ സ്വന്തമാക്കണം എന്ന ഒരു ചിന്തയും ഉണ്ട്, അതും ഒരു വശത്തുണ്ട്. അപ്പൊ ഇതൊന്നും അറിയാതെ നമ്മുടെ നന്ദയ്ക്കെല്ലാം വാശി. ഏതായാലും നന്ദേനെ ഗൗതം വിളിക്കുകയാണ് ഈ സമയം. അങ്ങനെ ഈ സമയം ഗൗതം നന്ദേനെ വിളിച്ചു. അപ്പം നോക്കിയപ്പോഴത്തേക്കും ഗൗതം വിളിക്കുന്നത്. അപ്പം ഇനി കുട്ടിയുടെ കാര്യം എന്തെങ്കിലും ചോദിക്കാനായിരിക്കും, പ്രാക്ടീസ് ഒക്കെ കൊടുക്കണമല്ലോ. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ നന്ദി ഓർത്തു എന്തെങ്കിലും സംശയത്തിനായിരിക്കും വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ഹലോ എന്താ ഗൗതം സാറിന് ഇങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ വിളിച്ചത് എന്തെങ്കിലും സംശയം ഉണ്ടോ, അല്ല മോന് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാൻ വല്ല സംശയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അല്ല ഞാൻ വിളിച്ചത്, എനിക്ക് ഒരു പ്രധാനപ്പെട്ട മാറ്റർ പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഡിവോഴ്സിനെ കുറിച്ചാണ്. ഏതായാലും നീ ഇപ്പോൾ ഒരു വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. അപ്പൊ പിന്നെ എനിക്ക് ഡിവോഴ്സ് വേണം, ഡിവോഴ്സ് തന്നേ പറ്റൂ. ഇത് കേട്ടത് ഞെട്ടിപ്പോയി കേട്ടോ. നമ്മുടെ നന്ദ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല നമ്മുടെ ഗൗതം ഇങ്ങനെ പറയും. തൻ്റെ കെട്ടുതാലി ഇപ്പോഴും കഴുത്തിലിട്ടിരിക്കുന്നത് ഗൗതം കെട്ടിയ കെട്ടുതാലി പൊട്ടിച്ചെറിഞ്ഞ് ഗൗതം പിങ്കിയെ സ്വന്തമാക്കാൻ വേണ്ടി പോവുകയാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഒരു നിമിഷം സ്തംഭിച്ചു പോയി. അവിടെ നിന്നുകൊണ്ട് നമ്മുടെ നന്ദയ്ക്ക് ഒരടി നീങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. എന്തു പറയണമെന്നും അറിയില്ല. ഏതായാലും നമ്മുടെ നന്ദ എന്ത് പറയും, ഓക്കെ ഗൗതം സാർ ഞാൻ ഡിവോഴ്സ് തരാൻ തയ്യാറാണ്, മ്യൂച്വലായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാണ്. കാരണം നമ്മുടെ നന്ദയ്ക്ക് കുറച്ച് വാശി കൂടുതലാണ്. ഈ വാശി ദോഷം ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. വാശി പിടിച്ചിരുന്നിട്ട് എന്താണ് കാര്യം, നമുക്കൊരായുസല്ലേ ഉള്ളൂ, നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഇതിനിടയിൽ വാശി പിടിച്ച് നമ്മുടെ ജീവിതം കളയണോ? എവിടെയെങ്കിലും അയഞ്ഞു കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ അയഞ്ഞു കൊടുക്കണം.
കാരണം അതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലതെങ്കിൽ നമ്മൾ അയഞ്ഞു കൊടുത്തേ പറ്റൂ. നമ്മുടെ വാശിയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല. അതൊക്കെ നിൽക്കട്ടെ, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ ആരുമല്ല, മോട്ടിവേഷൻ തരാനും ഞാൻ ആരുമല്ല. നമുക്കങ്ങനെ മോട്ടിവേഷൻ തരാനൊന്നും അറിയില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം നാളെ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇതൊരു പ്രമവിശേഷമാണ് നാളെ വരാൻ പോകുന്ന. ഫുൾ വിശേഷത്തിൻ്റെ ഒരു ചെറിയ പ്രമവിശേഷമാണ്. അപ്പം നാളെ ഫുൾ വിശേഷവുമായി രാവിലെ ഒരു 9 മണിയോടുകൂടി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ലൈക്കിലൂടെയും സബ്സ്ക്രൈബിലൂടെയും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.